ഹലോ, ആർക്കുള്ള മെസ്സേജാണ് ഇന്ന് ചാനലായത് എന്നറിയോ? ഒരു തീരുമാനം എടുക്കാനായിട്ട് കഴിവില്ല, ഇല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനത്തെ മറ്റാരെങ്കിലും സ്വാധീനിക്കുന്നു. ഇങ്ങനെയുള്ള ആൾക്കാരുടെ മെസ്സേജാണ് എനിക്ക് ചാനലാവുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ വീഡിയോ കാണുക. ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളവർ മാത്രം കാണുക. കൺഫ്യൂഷൻ. എന്താണ് യൂണിവേഴ്സ് ഇവർക്കുള്ള മെസ്സേജ്? നിങ്ങളുടെ ടൈമിൻ്റെ ഒരു പ്രോബ്ലം ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ടൈം ലക്കിയാണ്, സമയം നന്നായി വരുന്നുണ്ട്, വിഷമിക്കണ്ട. നിങ്ങൾ ഗ്രൗണ്ടഡ് ആവണം. ഗ്രൗണ്ടഡ് ആവുക, ഒരു തീരുമാനം എടുക്കുക. എപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾ മറ്റുള്ളവരെ അപേക്ഷിച്ചിരിക്കല്ല. നമ്മുടെ തീരുമാനങ്ങൾക്ക് ഒരു ഗ്രൗണ്ട്നെസ് ഉണ്ടാവണം. ഗ്രൗണ്ടഡ് ആയിരിക്കണം നമ്മുടെ ഡിസിഷൻസ്. മറ്റുള്ളവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല. ലൈഫിൽ ഒറ്റപ്പെടും. നമ്മൾ ആരെങ്കിലും തീരുമാനിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ എന്താ സംഭവിക്കുക? ലാസ്റ്റ് അവരും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല, ഒറ്റയ്ക്കാവും. ഒറ്റയ്ക്കാവുന്ന അവസ്ഥയിലെത്തും. മേ ബി നിങ്ങൾ എത്തിയുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ എത്തും. വിഷമിക്കേണ്ട, പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് മാറി വരുന്നുണ്ട്. നിങ്ങൾക്കുള്ള ബ്ലോക്സ്, വെതർ തേർഡ് പാർട്ടി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫിനാൻഷ്യൽ സ്ട്രഗിൾസ്, എന്ത് ബ്ലോക്സ് ആണെങ്കിലും ലൈഫിൽ ആ ബ്ലോക്സ് മാറുന്നുണ്ട്. കരിയർ വൈസ് എന്തെങ്കിലും ഡൗട്ട്സിലാണുള്ളതെങ്കിൽ അതും എല്ലാം മാറി വരുന്നുണ്ട് കേട്ടോ. വേറെ എന്ത് അഡ്വൈസാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ളത് നോക്കട്ടെ. യെസ്, ഇവിടെ എന്തോ ഒരു ലൈൻ വലിക്കുന്നത് കാണുന്നുണ്ട്. ഒന്നെങ്കിൽ റിലേഷൻഷിപ്പ് ഉള്ളവരായിരിക്കാം, ഇല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലായിരിക്കാം എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഒരാൾ കംപ്ലീറ്റ്ലി സൈലന്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം മാറി വരുന്നു എന്ന് മനസ്സിലാക്കുക. ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം മാറി വരുന്നു എന്ന് മനസ്സിലാക്കുക. ഒരു റിസ്ക് എടുക്കാനായിട്ട് റെഡി ആവുക. ഞാൻ ഈ പറഞ്ഞത് റെസനേറ്റ് ആയ വ്യക്തികൾക്ക് മനസ്സിലാവും റെസനേറ്റ് ആയി എന്നുള്ളത്. അവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യത്തിന്റെ തീവ്രത മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ ഇതാണ് ഇപ്പോൾ എനിക്ക് ചാനലാവുന്ന മെസ്സേജ്. ആരെങ്കിലും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അൺബ്ലോക്ക് ചെയ്യുക, കാര്യങ്ങളെ തീരുമാനിക്കുക. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് മിറർ ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരുന്നിട്ടോ തീരുമാനം എടുക്കാതിരുന്നിട്ടൊന്നും കാര്യമില്ല. ഒരു മെസ്സേജ് കൂടെ എടുക്കാം നിങ്ങൾക്ക് വേണ്ടി. മുന്നോട്ട് പോവുക, നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യുക. നിങ്ങൾ എന്ത് തോട്ട്സിലാണോ ഇരിക്കുന്നത് മാറി ചിന്തിക്കുക. എപ്പോഴും ഒരു കാര്യം തന്നെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? മാറി ചിന്തിക്കൂ. മാറി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങളും മാറും. അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടു, നിങ്ങളായിട്ട് റെസനേറ്റ് ആവുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക്, കാര്യം നമ്മൾ എനർജി ജനറലാണ് റീഡിങ്. അപ്പോൾ എനർജി പിക്ക് ചെയ്യുന്ന ഒരുപാട് പേർ പിക്ക് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സ്വന്തം കാര്യമാണ് പറയുന്നതെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ മേളിലുള്ള ഈ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ബൈ.